സുനന്ദ അമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളെന്നെ ഒരു ജയിൽ പുള്ളിയെ പോലെയല്ലേ വളർത്തിയത്? ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ നിങ്ങൾ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം സാധിച്ചില്ലേ? അതും പറഞ്ഞ് സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പോകുമ്പോഴും സുനന്ദയുടെ മനസ്സ് മുഴുവൻ സുഭാഷാണ്. അശ്വിൻ സുനന്ദയുടെ കൈ പിടിച്ച് സമാധാനിപ്പിക്കും. നിധിയും ശ്രുതിയും കൂടെ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിധി സന്തോഷത്തിലെ കാറിലെ പാട്ടിൻ്റെ കൂടെ അവളും പാട്ട് പാടുകയാണ്. ശ്രുതി ചോദിക്കും, വളരെ സന്തോഷത്തിലാണല്ലോ. നിധി പറയും, പിന്നല്ലാതെ ഒരുപാട് ആഗ്രഹിച്ച ജോലിയല്ലേ കിട്ടാൻ പോകുന്നത്. ശ്രുതി പറയും, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ കൂട്ടുകാരൊക്കെ ആവുമല്ലോ അല്ലേ, അപ്പം ഈ പാവങ്ങളെയൊക്കെ മറക്കും. നിധി പറയും, അല്ലാതെ വീട്ടിലുള്ള എല്ലാവരും ഓർത്താലും ഇയാളെ ഞാൻ മറക്കും. ശ്രുതി ചോദിക്കും, നല്ല സാലറിയൊക്കെ ഉണ്ടാവുമല്ലേ? നിധി പറയും, സംശയം എന്താ, വലിയ കമ്പനിയല്ലേ, അതൊക്കെ സംസാരിക്കാനാ ഇന്ന് വിളിക്കുന്നത് തന്നെ. സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർ വാങ്ങണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചിരിക്കും. എന്നിട്ട് ചോദിക്കും, ആദ്യത്തെ സാലറിക്ക് തന്നെ സ്കൂട്ടറോ? നിധി പറയും, ആദ്യത്തെ സാലറിക്കല്ല, കുറേശ്ശെ കാശെടുത്ത് വെച്ചാൽ സ്കൂട്ടർ വാങ്ങാലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ശ്രുതി പറയും, പറ. ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും മറുകൈയിൽ ഒരു കപ്പ് ചായയായിട്ട് കാർ ഓടിച്ച് ഒരു റൊമാൻറ്റിക് പാട്ടും കേട്ട് ഓഫീസിൽ പോവുക. ശ്രുതി പറയും, അതിനേക്കാളും നല്ലത് തിരിച്ചു വരുമ്പോഴാ, ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാ. നിധി പറയും, അത് ശരിയാ. ശ്രുതി ഇങ്ങനെ കളിയാക്കി പറയും, തമ്പാനൂരിലെ ബ്ലോക്കും മഴ പെയ്താ ഓടയിലെ വെള്ളമൊക്കെ കയറി അതൊക്കെ കാറിൽ തെറിച്ച് ഒരു ചായയും കുടിച്ച് ഇങ്ങനെ വരാം. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. നിധി പറയും, അരസികന്മാരോട് ഇത് പറയാൻ പോയ എന്നെ വേണം പറയാൻ. ആ മൂടങ്ങ് പോയി. ശ്രുതി പറയും, ഇതാണ് റിയൽ. ഞങ്ങളൊക്കെ ചായ കുടിക്കാൻ തോന്നി എന്താ ചെയ്യാന്നറിയോ? ഒരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ചായയും ഒരു സിഗരറ്റും വലിക്കും. നിധി ചോദിക്കും, ഇയാൾ സിഗരറ്റ് വലിക്കുമോ? ശ്രുതി പറയും, സിഗരറ്റ് വലിക്കാറൊന്നുമില്ല. അല്ല, ഇങ്ങനെ ചായ കുടിക്കുന്ന സിറ്റുവേഷൻ വന്നാൽ നിധിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വലിക്കില്ല. നിധി പറയും, ഇയാൾ സിഗരറ്റ് വലിച്ചാൽ എനിക്കെന്താ? അല്ല, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണല്ലോ, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിധിക്ക് വിഷമാവില്ലേ? നിധി പറയും, നിങ്ങളുടെ ശ്വാസകോശത്തെ പറ്റി നിങ്ങൾക്ക് വിഷമില്ല, പിന്നെ ഞാനെന്തിനു വിഷമിക്കണം? ശ്രുതി ചോദിക്കും, വീട്ടിലെല്ലാവരോടും നല്ലപോലെയാണല്ലോ പെരുമാറുന്നത്, എന്നോട് മാത്രമേ ഇങ്ങനെ കടിച്ചു കയറാൻ വരും. നിധി പറയും, അവരൊക്കെ എന്നോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. ഇയാൾ നാവെടുത്താൽ നുണയെ പറയൂ, പിന്നെ ഉടായിപ്പും. ശ്രുതി പറയും, മതി, നമുക്ക് പഴയ ആ രീതിയിലേക്ക് തന്നെ പോവാം. കാർ ഓടിച്ച് പോവുക, റൊമാൻറ്റിക് പാട്ട്, അതാ ഇങ്ങനെ വൈപ്പറൊക്കെ ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓരോന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് വലിയ സന്തോഷമാവും. നീതു ഒരു സ്കൂട്ടറും തള്ളി വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. ചന്തു ചോദിക്കും, ഇതെന്താ സാധാരണ നടന്നാണല്ലേ വരാറ്? നീതു പറയും, വണ്ടി ഓണാവുന്നില്ല. നിങ്ങളുടെ മെക്കാനിക്ക് എവിടെ? ചന്തു പറയും, ഒരു വണ്ടി നോക്കാൻ പോയതാ. ഓ, പോയി നോക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? പിന്നെ ഹരീഷേട്ടൻ ഏത് വള്ളി പിടിക്കും, അതുകൊണ്ടാണല്ലോ കുട്ടി ഇവിടെ നിൽക്കുന്നത്. നീതു ചന്തുവിനെ നോക്കുമ്പോൾ ചന്തു പറയും, വണ്ടിക്ക് എന്താ പ്രശ്നം, ഞാൻ ശരിയാക്കി തരാം. നീതു പറയും, വേണ്ട, മെക്കാനിക്ക് വന്നോട്ടെ. ചന്തു പറയും, ഓ, അപ്പം അതാണല്ലേ കാര്യം. ഹരീഷ് വരുമ്പോൾ നീതു പറയും, വണ്ടി ഒന്ന് മെക്കാനിക്കിനോട് നോക്കാൻ പറ. ഹരീഷ് പറയും, ചന്തു നീ ഒന്ന് നോക്കി. അപ്പുറത്ത് പണിയെടുക്കുന്ന വന്നിട്ട് പറയും, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് സ്റ്റാർട്ടാക്കുകയാണ്. വണ്ടി അപ്പം തന്നെ സ്റ്റാർട്ടാവും. ചന്തു പറയും, അപ്പോൾ പ്രശ്നം വണ്ടിക്കല്ല, കുട്ടിക്കാണ്. നീതു പിന്നെയും പറയും, ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. ഹരീഷും നീതു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ടിറ്റോയെ മധ്യസ്ഥനാക്കി വെച്ചിട്ട് സംസാരിക്കുകയാണ്. അവൻ പറയും, നിങ്ങളെന്തിനാ എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരെ. നീതു അവിടെ ഇരുന്നിട്ട് അജീഷ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹരീഷ് പറയും, വണ്ടി വിടന്നോട്ടെ, നാളെ കൊടുക്കാം. ടിറ്റോ ചോദിക്കും, വണ്ടിക്ക് അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ഹരീഷ് പറയും, എന്നാ നീ നോക്ക്. നീതു വണ്ടി അവിടെ വെച്ച് നടന്നു പോകുമ്പോൾ ഹരീഷ് നീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീതു ഒന്ന് റൊമാൻറ്റിക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഹരീഷിനെയാണ് കാണുന്നത്. നിധിയും ശ്രുതിയും കൂടെ ഓഫീസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിധി പറയും, ശ്രുതി വേണമെങ്കിൽ പോയിക്കോ. ശ്രുതി പറയും, എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഞാൻ പോയില്ലെന്ന് നിധിക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ തിരിച്ചു വന്നിട്ട് ഞാൻ എവിടെയെന്ന് നോക്കുന്നത്. താൻ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വാ, വേണമെങ്കിൽ താൻ ടാക്സി ചാർജ് തന്നോ, അതാണല്ലോ ശീലം. നിധി ചിരിച്ചുകൊണ്ട് പറയും, എന്നാൽ ഞാൻ പോയിട്ട് വരാം. നിധി ഓഫീസിൽ പോയിട്ട് ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓഫീസിലേക്ക് കടന്നു വരികയാണ് സൂര്യയെ പക്ഷേ ഇവരാരും കാണുന്നില്ല. സൂര്യ പക്ഷേ നിധിയെ അവിടെ വെച്ച് കാണും. അകത്ത് പോയിട്ട് സൂര്യ പറയും, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് ഇവിടെ വന്നത്, പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാര്യങ്ങളൊക്കെ അവിടുത്തെ മാനേജറോട് പറയാണ്. പുള്ളിക്കാരൻ പറയും, ഇത് നമുക്ക് ശരിയാക്കാം. നിധി ഇൻ്റർവ്യൂവിന് അകത്തേക്ക് ചെല്ലുമ്പോൾ HR കസേരയിലിരിക്കുന്നത് സൂര്യയാണ്. നിധി ആകെ ഞെട്ടി നിൽക്കുകയാണ്. സൂര്യയ്ക്കും, ഓസ്ട്രേലിയയിൽ പോയ ഞാൻ ഇവിടെ എന്താണെന്ന് വിചാരിച്ച് നിൽക്കുകയാണോ? ഞാനിവിടുത്തെ HR മാനേജറല്ല, പക്ഷേ ഈ കമ്പനി എൻ്റെ സുഹൃത്തിൻ്റേതാണ്. ഒരു തരത്തിൽ എൻ്റെ കമ്പനി പോലെ തന്നെ. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്കുമുണ്ട്, പക്ഷേ പോളിസി കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇടപെടും. സൂര്യ നിധിയെ കളിയാക്കി സംസാരിക്കുകയാണ്. നിധി പറയും, ഞാൻ വന്നത് HR മീറ്റിങ്ങിനാണ്, അല്ലാതെ നിങ്ങളുടെ വാചകടി കേൾക്കാനല്ല. അതും പറഞ്ഞ് നിധി അവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കുകയാണ്. സൂര്യ നിധിയെ വിളിച്ചിട്ട് പറയും, നിൽക്ക്,